പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. സാർ നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോളൊക്കെ സാർ വണ്ടി എടുക്കട്ടെ മോളെ. നീ അറിഞ്ഞ ഞാൻ പെട്ടു. എനിക്ക് ബെയില് പോലും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ കേസിൽ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോയില് എല്ലാവരും പലതും കണ്ടു കാണും. ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു പോലും എനിക്ക് സംശയം ഇപ്പോ. ബിക്കോസ് അങ്ങനെ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യം ഇവിടുന്ന് കണ്ടു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടത്തിനും കാണിക്കാവുന്നു. എന്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ കൂളിംഗ് ഗ്ലാസ് വലിച്ചെടുക്കുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ചെയ്ത കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. എന്റെ സമനില തെറ്റിയിരിക്കുക. ദേഷ്യം വന്ന് ഞാൻ എന്തൊക്കെ പറയുന്നു എനിക്ക് തന്നെ അറിയില്ല. ഒരു ബേസിക് റീസെർച്ച് എന്നൊരു സാധനം ഉണ്ടല്ലോ. ദാറ്റ് ഈസ് നിങ്ങൾ ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കില്ല് ചെയ്യുന്ന രീതിയിൽ. Why are you disturbing my peace? This is wrong. ഞാൻ ആ വാക്കത്തി ഒന്ന് എടുത്തോണ്ട് ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. അതായത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ്, സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന കുറ്റമാണ്. അങ്ങനെ വന്ന ഒരു കേസിനെ എന്തോ കൊലപാതക കുറ്റം പോലെയാക്കി ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാനും ചില തെറ്റായ കാര്യങ്ങൾ പറയാനും ബോധപൂർവ്വ ശ്രമം നടത്തിയെന്ന് തോന്നുന്നു. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എനിക്ക് അന്വേഷണ പാവട്ടെയും വിളിച്ചിരുന്നു. അതിന്റെ തലേദിവസം ഉണ്ണിനെ ഞാൻ വിളിച്ചിരുന്നു. ഉണ്ണി ഫോൺ എടുത്തില്ല. സൗകര്യമില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. വോയിസ് ലീക്ക് ചെയ്യുന്ന നോക്കിയാണോ? നമ്മൾ അന്വേഷണം നമുക്ക് കൊടുക്കും, കുഴപ്പമില്ല. എന്നാൽ അതേ ഓഫീസറായിരിക്കും ഇതും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ എന്താ അടങ്ങി നിക്കണെന്നറിയോ? പുറത്തിറങ്ങുമ്പോ നാട്ടുകാർ എന്നെ നോക്കി തന്തേ തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ.